വേറൊരു മഹർഷി ഉണ്ട്, നമ്മൾ ഇരിക്കുന്നത് കോട്ടയത്താണ്, പറയാതെ പോകുന്നത് ധർമ്മല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കും, നേരത്തെ പോയിട്ട് ശുദ്ധമായിട്ടുള്ള പൂക്കൾ പറിച്ചു കൊടുത്തിട്ട് മഹാദേവനെ പൂജിക്കും. മഹാദേവനെ പൂജിച്ച് അവസാനം മഹാദേവൻ തന്നെ പ്രത്യക്ഷനായി വന്നു. ചോദിച്ചു, എന്ത് വരാണ് വേണ്ടത്? നിന്റെ പൂജയൊക്കെ ഗംഭീരമായിട്ടുണ്ട്, ഒന്നും വേണ്ട ഭഗവാൻ, അങ്ങനെയുള്ള ഭക്തി മതി. ഇതാണ് എല്ലാവരും ചോദിക്കുക, ലിസ്റ്റില്ല അവരുടെതൊന്നും. ഭഗവാൻ പറഞ്ഞു, പ്രത്യക്ഷപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും തരാതെ പോകാൻ എനിക്ക് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കും. അദ്ദേഹം ചോദിച്ച വരാന്താ, ഭഗവാനെ എന്റെ കാലുകൾ പുലിയുടേതുപോലെ ആക്കി തരണേ. എന്റെ കാല് പുലിയുടേതുപോലെ ആവണം. എന്തിന്? രാവിലെ ഈ ഷഡ്പദങ്ങളും പൂമ്പാറ്റകളൊക്കെ വന്ന് അങ്ങേക്ക് പൂജിക്കാനുള്ള പൂക്കളിൽ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് ശുദ്ധമായിട്ട് അവയെ പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറണം. ആ മരത്തിന്റെ മുകളിൽ കയറണമെങ്കിൽ എന്റെ കാൽപാദങ്ങൾ പുലിയുടേതുപോലെ ആണെങ്കിൽ അതിന്റെ നഖം ഉപയോഗിച്ച് എനിക്ക് എളുപ്പത്തിൽ കയറാലോ, നല്ല പൂക്കൾ പറിച്ചിട്ട് അങ്ങനെ പൂജിക്കാലോ. അതുകൊണ്ട് അങ്ങനെ അനുഗ്രഹിക്കണേ. കൊടുത്തു ഭഗവാൻ വരം, അങ്ങനെ ആയിക്കോളട്ടെ. കാല് പുലിയുടേതുപോലെ. ആ മഹർഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരാത്? വ്യാഘ്രപാദൻ എന്നാണ് അയാളുടെ പേര്. കേട്ടിട്ടുണ്ടാവില്ലല്ലേ? അദ്ദേഹത്തിന്റെ പേര് വ്യാഘ്രപാദൻ എന്നാണ്. അദ്ദേഹം വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു, ഇടത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചു, കടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചു. വലത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് നീ പറയില്ലേ, വൈക്കം. ഇടത്തെ കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് ഏറ്റുമാനൂര്. കടിച്ചിരുത്തി പ്രതിഷ്ഠിച്ചത് കടുത്തുരുത്തി. വ്യാഘ്രപാദ മഹർഷി. എന്താ ഭഗവാനോട് ചോദിച്ചത്? ഭഗവാനെ എന്റെ കാല് പുലിയുടേതുപോലെ ആക്കി തരണേ.